ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ അത്താഴത്തിന് രാവിലെ നിന്നിട്ടിട്ടുണ്ട്. എന്നത്തെയും പോലെ പതിവ് പോലെ തന്നെ ഇന്നും ദോശയാണ്, പിന്നെ കോഴിമുട്ട അങ്ങനെ ചിക്കപ്പരത്തിയ ആ ഒരു സംഭവം, പിന്നെ നല്ലൊരു സ്ട്രോങ് പാൽ ചായയും കുടിച്ചു. അപ്പോൾ ഇന്ന് കുട്ടികൾക്കും 2 പേർക്കും അത്താഴം കഴിക്കാൻ നീട്ടിട്ടുണ്ട്. അവർക്കും ദോശയും തന്നെയാണ്. പിന്നെ അവർ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോയി. ഞാനപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എക്സാമൊക്കെ വരാനായി, അപ്പോൾ അതിൻ്റെ കുറച്ച് പഠിത്തം സ്റ്റാർട്ട് ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചു. ഞാൻ എപ്പോഴും പഠിക്കുന്ന പോലെ തന്നെ തവണയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പിന്നെ അതിലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്, ഇപ്പോൾ 2-3 ഇയർ റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഏരിയാസ് കവർ ചെയ്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അത് നന്നായിട്ട് പഠിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന് ഏകദേശം 10 മാർക്ക്, 12 മാർക്ക്, അതുപോലെ 20 മാർക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ ക്ലാസ് കേട്ടതും പിന്നെ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തൊക്കെ വെച്ചിട്ട് ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. ആ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ ഇതുവരെ പഠിച്ച് പോയിട്ടുള്ളത്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഫോണിൽ നോക്കി അങ്ങനെ PDF ലെവൽ പഠിക്കുന്നതിനേക്കാൾ എനിക്ക് ഒന്നുകൂടി താല്പര്യം നമ്മളിങ്ങനെ പ്രിൻ്റ് എടുത്തതും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വെച്ചിട്ട് തന്നെ പഠിക്കാനാണ്. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എല്ലാത്തിനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ചെയ്ത് തരംതിരിച്ച് ഓരോ പുസ്തകത്തിൻ്റെ ഇടയിലേക്ക് മാറ്റി വെച്ച് ഇന്നിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു 3 ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എടുക്കും, അല്ലെങ്കിൽ 2 ഇയർ ഈ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആദ്യം മാർക്ക് ചെയ്യും. എന്നിട്ട് ആ ഒരു ഏരിയ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കും. അധികം തിയറിയാണ് വരുന്നത്. അപ്പോൾ തിയറി വായിച്ച് പഠിക്കാം, എഴുതി പഠിക്കാം, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ പല മെത്തേഡിലും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പഠിച്ചെടുക്കും. പിന്നെ മോർണിംഗ് ടൈം ആയത് കാരണം ഇപ്പോൾ അത് ഏകദേശം 4:30 ആയിട്ടില്ല, 4 മണി 4:30 ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമാവും. പിന്നെ നമ്മൾ നല്ല ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായി സെറ്റായിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ ഒരു സ്ലേറ്റ് കണ്ടോ, ഇത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് നമുക്ക് ഇതുപോലെ പഠിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ കുറേ തവണ പേപ്പറിലൊക്കെ എഴുതി അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും പേപ്പർ വേസ്റ്റായി പോവല്ലേ. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഡിലീറ്റ് പോലത്തെ ഒരു സെൻറ്റർ ബട്ടൺ ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ അത് ഇറേസ് ആയി പോവും. ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് അതിൽ തന്നെ നിൽക്കും. അങ്ങനെയായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു 2-3 പാരഗ്രാഫ് പഠിച്ച് അതൊന്ന് എഴുതി നോക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില വേർഡ്സ് കിട്ടാതാവും, ചിലതിൻ്റെ മീനിങ്, ചിലത് നമ്മൾ മലയാളത്തിലുള്ളതിനെ ഇങ്ങനെ ഇംഗ്ലീഷിലോട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലതിൻ്റെ മീനിങ് കിട്ടാതാവും. അതെന്നൊക്കെ മുന്നേ ആകുമ്പോൾ നമ്മൾ ഇതേപോലെ ഡിക്ഷണറി ആയിട്ടുണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടി നമ്മുടെ മൈൻഡിൽ സെറ്റാകും. പക്ഷെ ഇപ്പോൾ ഡിക്ഷണറിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ എനിക്ക് അതേ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിക്ഷണറി കുറേ തപ്പി നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ പിന്നെയും അധികം ഗൂഗിൾ ചെയ്ത് നോക്കുകയൊക്കെയല്ലേ ആൻസേഴ്സ്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ ഞാൻ നിസ്കാരം ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയി. കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് കട്ടിലിൻ്റെ അവസ്ഥ തിരുമ്പി കൊണ്ടുവന്നിട്ട് ഇട്ടത് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ തന്നെ അങ്ങ് ക്ലിയറാക്കി ഇടാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ മടിയായിപ്പോവും. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് പാത്രം കഴുകലും തിരുമ്പിയത് ഇതുപോലെ മടക്കി വെക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ അങ്ങനെ സെറ്റായിട്ട് മാറ്റി വെച്ച് സെപ്പറേറ്റായി മടക്കി എടുത്ത് വെച്ചിട്ട് ബെഡൊന്ന് കിടക്കാനുള്ളൊരു അവസ്ഥയിലാക്കി.
അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് അതുപോലെ എണ്ണ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് തലയിലൊക്കെ ഒന്ന് തേച്ച് കുറച്ച് മസാജ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഏകദേശം ഒരു 3:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം തന്നെ വിംറ്റോ കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിവിടെ ഇക്ക മാത്രമാണ് കുടിക്കാറ്. അപ്പോൾ ഞാൻ ഇതേപോലെ കുപ്പിയിലേക്ക് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് അങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതല്ല ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് റൂഹബ്സ കലക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വെള്ളം കുറച്ച് റൂഹബ്സ ഒഴിച്ച് അതിലേക്ക് തന്നെ നമ്മുടെ കസ്കസും അതിൽ തന്നെ ഇട്ടു. അപ്പോൾ അതിൽ കിടന്ന് അങ്ങനെ നമ്മൾ പിന്നെ എടുക്കുന്ന ടൈം ആകുമ്പോഴേക്കും അത് അങ്ങനെ സോക്ക് ആയിക്കോളും. ഇപ്പം നമ്മൾ സെപ്പറേറ്റ് സോക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പാലൊഴിച്ചു. പിന്നെന്താ, പിന്നെ നമ്മൾ അതിലേക്ക് അതിൻ്റെ മെയിൻ താരം ചക്കരമത്ത അതിലേക്ക് ഇങ്ങനെ കുന വന്നിരിഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ അതവിടെ സെറ്റാക്കി. ഈ ഡ്രിങ്ക്സൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നല്ല തണുപ്പാവും, ഒന്ന് റിഫ്രഷ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് തീർക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ റൂഹബ്സയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഇന്ന് സമൂസയും പിന്നെ കട്ട്ലേറ്റും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് ബദരീങ്ങളാണ്ടായതുകൊണ്ട് നമുക്ക് പള്ളിയിൽ നിന്നും ബീഫ് കിട്ടും. പള്ളീൻ്റെ ഭാഗത്തുനിന്ന് ബീഫ് കിട്ടും. അപ്പോൾ ഞാൻ ബീഫ് കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ സമൂസയും പിന്നെ അതുപോലെ തന്നെ കട്ട്ലേറ്റും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ചിക്കൻ വെച്ചിട്ടുള്ളതാണ് ഇഷ്ടം. പക്ഷേ ഇനിയിപ്പോൾ ഇത് വെച്ച് ചെയ്യാം. പിന്നെ ഈ ചോപ്പർ ഞാൻ മീഷോ എന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ വാങ്ങിച്ച് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ബ്ലേഡൊക്കെ ഭയങ്കര ഷാർപ്പാണ്. നമുക്ക് ഉള്ളിയും അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസ് വെജിറ്റബിൾസൊക്കെ ഭയങ്കര തിന്നായിട്ട് കിട്ടും. നല്ല അടിപൊളി ഐറ്റമാണത്. അപ്പോൾ ഞാൻ സമൂസക്ക് വേണ്ടിയിട്ട് ഉള്ളി, കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി സെറ്റാക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ മസാലയായിട്ട് ചേർക്കാറ്. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ വാടിയിട്ട് സെറ്റായിട്ട് വന്നോളും. അതവിടെ സെറ്റാകുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതുപോലെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അതുപോലെ മീറ്റാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ക്രഷായിട്ട് വരും കേട്ടോ ഈ ഒരു ചോപ്പറിൽ. അപ്പോൾ അത് കണ്ട നല്ല ഭയങ്കര പൊടിയായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് പോയിട്ട് മല്ലിയില തപ്പാനാണ് ഇപ്പോൾ ഞാൻ പോയത്. കുറച്ച് നേരം നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് വന്നതെന്നുള്ള ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ മസാലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് മല്ലിയില എടുത്തതാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. ഞാൻ ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറിയും ചോറും നമുക്ക് വേണ്ടവർക്ക് എടുക്കാം. പിന്നെ അതുപോലെ ബീഫും പൂളിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മസാല ഫില്ല് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ബീഫ് കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ മുട്ട ബജിയും കൂടി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൂള ഒരു 2 പൂള മാത്രമേ എടുക്കണുള്ളൂ. കാരണം ചിലപ്പോൾ നോമ്പ് പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിക്കോളണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അത് മാത്രമേ. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും അധികം രാത്രി ചിലപ്പോൾ അവർക്ക് പൊതുവേ അങ്ങനെ പൂളയും ബീഫുമായിട്ട് അങ്ങനെ കഴിക്കുന്നതിന് താല്പര്യമില്ല. അപ്പോൾ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള ഒരു ലെവലിൽ. പിന്നെ ചോറും കൂടി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ പൂള കഴുകി വൃത്തിയാക്കി കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചമ്മന്തി ഉണ്ടാക്കുകയാണ് മുട്ട ബജിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പച്ചമുളക്, അതുപോലെ കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയില, അങ്ങനത്തെ നമുക്കൊരു എരിവിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിലുള്ള, അതുപോലെ കുറച്ച് സുർക്കയും കൂടി വെച്ചിട്ട്, സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീരോ വെച്ചിട്ടൊന്ന് നമ്മളിങ്ങനെ ചമ്മന്തി പോലെ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആ ഒരു യെല്ലോ പോർഷൻ ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ആ മുട്ടയുടെ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ അത് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് വീണ്ടും അത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നോർമൽ മുട്ട വെച്ച് കഴിക്കുന്നതിനേക്കാൾ ആ ഒരു മസാലയുടെ ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം സമൂസൻ്റെ ഫില്ലിങ്ങൊക്കെ ഇതാക്കി വെക്കുക ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഒരു 1-2 കഴിക്കാനുള്ള ഒരു രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ സമൂസൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ട ബജിക്കുള്ള ശരിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു യെല്ലോ പോർഷൻ ഈ ഒരു ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ എരിവുള്ളത് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മുട്ടയുടെ മഞ്ഞ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയും തോന്നും. പിന്നെ അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ മുട്ടയുടെ മഞ്ഞ കഴിക്കണ വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സമൂസ ഷീറ്റ് അത്ര ഒരു
ഓക്കെ അല്ല, ഇങ്ങനെ അതിൻ്റെ ലെയേഴ്സൊക്കെ അങ്ങനെ പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും അത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ. അങ്ങനെ നമ്മളുടെ സ്നാക്സിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. സമൂസ, മുട്ട ബജി, പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, ഈ 2 ഐറ്റംസ് ആയിരുന്നു ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട്സായിട്ട് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതിന് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക ചെയ്തത്. ഇന്നലെ പെട്ടെന്ന് കട ഫ്രണ്ട് വന്നതുകൊണ്ട് നമ്മൾ അവർക്ക് പ്ലേറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അവർ അത്രയും കഴിക്കാത്തപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ട പരിപാടികൾ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ജ്യൂസായിട്ട് ഞാൻ ഷമാമാണ് ഇന്ന് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ കുട്ടികളൊക്കെ കുടിച്ചു, അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് അത് തന്നെ ഉണ്ടാക്കി. ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിക്ക് നല്ല കട്ടൻ ചായയും പിന്നെ പൂളയും ബീഫും പിന്നെ ഒക്കെ വരുമ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അങ്ങനെ അതൊക്കെ വെച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അത്താഴത്തിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കഴിച്ചു. ഈവനിങ്ങിലേക്ക് കുറച്ച് സ്നാക്സ്, കട്ട്ലേറ്റും പിന്നെ അതുപോലെ തന്നെ സമൂസയും പിന്നെ ഇതിങ്ങനെ നഗറ്റ്സ് പോലെ ബോൾസ് അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കി, മാംഗോ കസ്റ്റാർഡാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് അതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു. ഇതുപോലെ എന്തായിരുന്നു, അനാറും കുറച്ച് ഗ്രേപ്സും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ സെറ്റാക്കി ഇന്നത്തെ നോമ്പ് തുറയും അങ്ങനെ കഴിഞ്ഞു. ഒന്ന് പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.